നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ മകൻ എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയായിരുന്നു. അവൻ മാത്രമല്ല, അവിടുള്ള എല്ലാ മക്കളും. ഉള്ളുപിടിഞ്ഞ ഹെലൻ സ്റ്റാൻലി പറയുന്നത് ഇങ്ങനെയാണ്. ലോകം ഭീതിയോടെ ഉറ്റുനോക്കുന്ന കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിൽ 4ാം വർഷ മെഡിസിൻ വിദ്യാർത്ഥിയായ സ്റ്റെഫൻ സ്റ്റാലിന്റെ അമ്മയാണ് ഹെലൻ. കഴിഞ്ഞ സെപ്റ്റംബറിൽ 3ാം വർഷ പരീക്ഷ കഴിഞ്ഞെത്തി മടങ്ങിയതാണ് സ്റ്റെഫൻ. വുഹാനിൽ ഫോറിൻ ഡോർമെറ്ററിയിലാണ് താമസം. ബാക്കി എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷ കഴിഞ്ഞ ഉടനെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. സാമ്പത്തിക പ്രയാസം കാരണം സ്റ്റെഫൻ അവിടെ തങ്ങുകയാണ് ഉണ്ടായത്. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ മുറിയിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ് ഇപ്പോൾ അവൻ. ടിവിയിലൂടെയും മറ്റും ലഭിക്കുന്ന വിവരങ്ങളെ അവൻ അറിയൂ. ആഹാരം സ്വയം പാചകം ചെയ്ത് കഴിക്കുകയാണ്. എന്നാൽ 8 ദിവസമായതിനാൽ അതും തീർന്നു തുടങ്ങി. ഇനി രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അവൻ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ വല്ലാതെ മനസ്സ് പിടയുന്നു. കുഞ്ഞ് പേടിച്ചു തുടങ്ങി. അതാണ് ഏറ്റവും വിഷമം എന്നും ഹെലൻ പറഞ്ഞു. തിരുവനന്തപുരം കടക്കാവൂർ അഞ്ചുതെങ്ങ് സ്വദേശിയാണ് ഹെലൻ. ഭർത്താവും മകളും നാട്ടിലാണ്. ഭർത്താവിന്റെ കച്ചവടം പരാജയപ്പെട്ടതോടെയാണ് ജീവിതമാർഗം തേടി ദുബായിലേക്ക് എത്തിപ്പെട്ടത്. പഠിക്കാൻ മിടുക്കനാണ് അവൻ. 8ാം ക്ലാസ് മുതലുള്ള അവന്റെ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവുക എന്നത്. അതാണ് ഈ ജോലികളൊക്കെ ചെയ്താണെങ്കിലും അവനെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ. ഇങ്ങനെയൊരു അവസ്ഥ വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല താനും. എല്ലാവരും സുരക്ഷിതരായി ഇങ്ങ് വന്നാൽ മതിയായിരുന്നു എന്നാണ് ഹെലൻ നെടുവീർപ്പെടുന്നത്. ഇങ്ങനെ ഉള്ളുപിടിഞ്ഞ് കാത്തിരിക്കുകയാണ് ഹെലൻ. കഷ്ടപ്പാടുകൾക്കിടയിലും മക്കളുടെ പഠനം, അതായിരുന്നു തന്റെ മകനെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണേലും പഠിപ്പിക്കാൻ വഴിവെച്ചത് തന്നെ. എന്നാൽ ഇപ്പോൾ അതിനേക്കാളേറെ വിഷമമാണ് ഓരോ വാർത്തയും കാണുമ്പോഴും കേൾക്കുമ്പോഴും. മകൻ ഒറ്റയ്ക്കാണെന്ന പേടി. മകൻ തിരിച്ചെത്തുവാൻ കാത്തിരിക്കുകയാണ് ഈ അമ്മ. അതോടൊപ്പം തന്നെ ദുബായിൽ കൊറോണ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മാസ്കുകളുടെ വില കൂട്ടിയാൽ നടപടിയെടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. കൊറോണ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഫേസ് മാസ്കുകളുടെ വില കൂട്ടിയാൽ ഫാർമസികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ പറയുകയുണ്ടായി. ആവശ്യക്കാർ കൂടിയതോടെ നിലവാരമുള്ള N95 ഉൾപ്പെടെയുള്ള മാസ്കുകൾ പലയിടങ്ങളിലും കിട്ടാനില്ല. അവസരം മുതലെടുത്ത് ചിലർ വില കൂട്ടുന്നതായി പരാതി ഉയർന്നിരുന്നു. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ഡെവലപ്മെന്റ് അറിയിക്കുകയുണ്ടായി. ഇത്തരം നിയമലംഘനങ്ങൾ അറിയിക്കേണ്ട ഫോൺ നമ്പർ എന്നത് 6005455555 എന്ന നമ്പറാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.